ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹിസ്റ്ററിയുടെ ചാപ്റ്ററാണ് കൾച്ചർ ആൻഡ് നാഷണലിസം. സാഹിത്യം ദേശീയതയും എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. അത് 2 ദിവസമായിട്ട് നമ്മളത് തുടർന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഇന്നലെ എടുത്തത് എഡ്യൂക്കേഷൻ ഫോർ ദ നേഷൻ. എഡ്യൂക്കേഷൻ ഫോർ ദ നേഷൻ ഉള്ള ഭാഗമാണ് വിദ്യാഭ്യാസം ദേശത്തിന് എന്നുള്ള ഭാഗമാണ് ഇന്നലെ നമ്മൾ എടുത്തത്. അതിൽ കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അത് ഫൗണ്ടേഴ്സ് അത് സ്ഥാപിച്ച വ്യക്തികളുടെയും പറ്റിയിട്ട് നമ്മൾ പഠിച്ചു ഇന്നലെ. ഇന്ന് നമ്മൾ എടുക്കാൻ പോണത് ലിറ്ററേച്ചർ ആൻഡ് നാഷണലിസം, സാഹിത്യം ദേശീയതയും എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എടുക്കുന്നത്. പേജ് നമ്പർ 98 എടുക്കാം. അതിൽ ആദ്യത്തെ 4 വരി നിങ്ങൾ മാർക്ക് ചെയ്യണം. ആദ്യത്തെ 4 വരിയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞത് ഇൻട്രൊഡക്ഷൻ ആണ്. ലിറ്ററേച്ചർ ആൻഡ് ദേശീയതയുടെ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ആദ്യം പറയുന്നത്. The protest against the British rule as well as social evils existed in Indian society reflected in the Indian literature. അതായത് നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്നത് ബ്രിട്ടീഷേഴ്സിന്റെ സാമ്പത്തിക ചൂഷണങ്ങൾ മാത്രമല്ല നിലനിന്നിരുന്നത്, പിന്നെ അനാചാരങ്ങളും നിലനിന്നിരുന്നു. സാമൂഹിക അനാചാരങ്ങൾ അല്ലെ തിന്മകൾ എന്നൊക്കെ നമുക്ക് പറയാം, അതും നിലനിന്നിരുന്നത്. അപ്പൊ ഇന്ത്യത്തെ ജനങ്ങൾ, ബ്രിട്ടീഷേഴ്സ് അല്ല ഇന്ത്യയുടെ ജനങ്ങൾ ബ്രിട്ടീഷേഴ്സിനെ മാത്രമല്ല എതിർത്തിരുന്നത്, അനാചാരങ്ങളെയും എതിർത്തിരുന്നു, അല്ലെങ്കിൽ തിന്മകളെയും എതിർത്തായിരുന്നു. അത് മുഴുവനും നമുക്ക് എന്തിൽ കാണപ്പെടും? ഇന്ത്യൻ സാഹിത്യത്തിലും കാണപ്പെടും, ഇന്ത്യൻ ലിറ്ററേച്ചറിലും നമുക്കത് കാണപ്പെടാം. Writers in various parts of the Indian illustrate the agonies and atrocity faced by the people. ഈ സാഹിത്യത്തിൽ നമുക്ക് ഈ റൈറ്റേഴ്സ്, എഴുത്തുകാർ മുഴുവനും ഈ സാഹിത്യം മുഖേന ഇന്ത്യക്കാർ ഫേസ് ചെയ്യണത്, ഇന്ത്യക്കാർ അഭിമുഖീകരിക്കുന്ന വേദനകളും ക്രൂരതയും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സാഹിത്യത്തിൽ ബ്രിട്ടീഷേഴ്സും ഇന്ത്യക്കാർക്ക് നൽകുന്ന വേദനകളും ക്രൂരതയും ജനങ്ങളുടെ മുന്നിൽ ഈ സാഹിത്യം മുഖേന കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 2 ലൈൻ ഉണ്ട്, അത് മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മാർക്ക് ചെയ്യേണ്ടത് ഏറ്റവും അവസാനത്തെ ലൈനാണ്. Writers shared their resentments with the people through poetry, tales, novels, dramas, etc. എഴുത്തുകാർ അവരുടെ അഭിപ്രായങ്ങളും നിസ്സഹായ അവസ്ഥകളും, റീസെന്റ്മെന്റ്സ് എന്ന് പറഞ്ഞ നിസ്സഹായ അവസ്ഥ, ആ അവസ്ഥയും അവർ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് അവരുടെ കവിത മുഖേന, ചെറുകഥകൾ മുഖേന, നോവൽ, പിന്നെ ഡ്രാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് ഷോ മുഖേനയാണ് ജനങ്ങളുടെ മുന്നോട്ട് അത് കൊണ്ടുവന്നത്. അതവിടെ വരെ മാർക്ക് ചെയ്യുക. നെക്സ്റ്റ്, ദിസ് ഡെവലപ്മെന്റ് എമംഗ് ദ പീപ്പിൾ എ സെൻസ് ഓഫ് പാട്രിയോട്ടിസം ആൻഡ് ഡെസെന്റ് ടുവേർഡ്സ് ദ ഫോറിൻ ഡോമിനൻസ്. ഇത് ഈ കവിതയും ഈ ഡ്രാമയും നാടകവും അല്ലെങ്കിൽ ചെറുകഥകളും നോവൽ മുഖേന ജനങ്ങളുടെ മനസ്സിൽ ദേശീയ സ്നേഹം, പാട്രിയോട്ടിസം എന്ന് പറഞ്ഞത് ദേശത്തിനുള്ള സ്നേഹം, പിന്നെ ഡെസെന്റ് ടുവേർഡ്സ് ദ ഫോറിൻ ഡോമിനൻസ്, വിദേശ ഭരണത്തോടുള്ള എതിർപ്പും ജനങ്ങൾക്ക് കാണിക്കാൻ പറ്റി. Patriotic songs in religion languages bridges the gap between the upper class literates and the illiterate masses. അതായത് ഈ പാട്രിയോട്ടിക് സോങ്സ്, ദേശഭക്തി ഗാനങ്ങൾ ബ്രിഡ്ജ് ആയിട്ടാണ് റിലീജിയണൽ ലാംഗ്വേജിൽ, പ്രാദേശിക ഭാഷയിൽ ഉണ്ടാക്കിയ പാട്രിയോട്ടിക് സോങ്, ദേശഭക്തി ഗാനങ്ങളാണ്. ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പഠിച്ച വലിയ അപ്പർ ക്ലാസ് പഠിച്ച ആൾക്കാരും പിന്നെ പഠിപ്പില്ലാത്ത ലോവർ ക്ലാസ്, സാക്ഷരത ഇല്ലാത്ത ലോവർ ക്ലാസ്സും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു അന്തരം ഉണ്ടായിരുന്നു. ആ അന്തരം ഈ ദേശീയ പാട്ടുകൾ മുഖേന ആ അന്തരം അവിടെ മാറ്റിയെടുക്കാൻ സാധിച്ചു. ഇത്രയുമാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ, ഈ ലിറ്ററേച്ചർ ആൻഡ് ദേശീയത, നാഷണലിസം എന്ന് പറഞ്ഞതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. അത്രയുമാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതുക. ആശയം. Concept. The concept of Bharat Mata was first presented in the public through a play written by Cesar Kumar Ghosh and Satyendranath Tagore. Satyendranath Tagoreum Cesar Kumar Ghoshum ഭാരത് മാതയുടെ ഒരു പ്ലേ എന്ന് വെച്ചാൽ ഒരു നാടകം കൊണ്ടുവന്നു. ദ കോൺസെപ്റ്റ് ഓഫ് ഭാരത് മാത, കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആശയം. ഭാരത് മാതയുടെ ഒരു ആശയം ജനങ്ങളുടെ മുന്നോട്ട് വെച്ചത് ഒരു നാടകം മുഖേനയാണ്. ആ നാടകം എഴുതിയത് സിസർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോറുമാണ്. ഭാരത് മാത എന്നുള്ള ആശയം ജനങ്ങളുടെ മുന്നോട്ട് വെച്ചത്. Bankim Chandra Chatterjee, a famous Bengali writer, adopted a novel, a Western form of literature, as a medium to portray the plight of Indian society.
ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് The concept of Bharat Mata was the first present in the public through a play written by Cesar Kumar Ghosh and Satyendra Thakur. അത് നിങ്ങളുടെ പോയിന്റ് 1 ആയിട്ട് എടുക്കുക. ആദ്യത്തെ പോയിന്റ് ആയിട്ട് എടുക്കുക. അത് പഠിക്കാനുള്ളതാണ്. അത് ഭാരത് മാതയുടെ ഒരു കോൺസെപ്റ്റ് ആശയം ജനങ്ങളുടെ മുന്നോട്ട് വെച്ചത് ഒരു നാടകം മുഖേനയാണ്. അത് ചെയ്തത് സിസർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോറും. അത് നിങ്ങൾ പോയിന്റ് 1 ആയിട്ട് മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ് ആണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഒരു പേരുകേട്ട റൈറ്ററാണ്, എഴുത്തുകാരനാണ്, ബംഗാളി റൈറ്ററാണ്, ഒരു നോവൽ എഴുത്തുകാരനാണ്. ആൾ ഒരു വെസ്റ്റേൺ ഫോം ഓഫ് ലിറ്ററേച്ചർ, ഒരു പാശ്ചാത്യ രീതിയിലുള്ള സാഹിത്യമാണ് ആൾ എഴുതിയേക്കുന്നത്. ആസ് എ മീഡിയം ടു പോർട്രേറ്റ് ദ പിലൈറ്റ് ഓഫ് ദ ഇന്ത്യൻ സൊസൈറ്റി, അതായത് ഇന്ത്യൻ സമൂഹത്തിന്റെ ദുരിതപൂർണമുള്ള ജീവിതത്തിനെയാണ് ചിത്രീകരിച്ചേക്കുന്നത് അത് മുഖേന. ഓഫ് ഹിസ് നോവൽ ദ മോസ്റ്റ് നോട്ടബിൾ ഈസ് ആനന്ദ് മത്ത്. മലയാളത്തിൽ ആനന്ദ് മഠമാണ്, ഇംഗ്ലീഷിൽ ആനന്ദ് മത്താണ് തന്നേക്കുന്നത്. അപ്പോൾ ആളുടെ നോവൽ ആനന്ദ് മത്ത്, ആ ഒരു നോവൽ എഴുതിയത്, ആ നോവലിൽ ഏറ്റവും കൂടുതൽ സന്യാസി റിവോൾട്ട് ഓഫ് ബംഗാളി പെസൻസ്, ബംഗാളി കർഷകരുടെ സന്യാസി റിവോൾട്ട്, സന്യാസി കലാപങ്ങളുടെ പറ്റിയിട്ടാണ് ആ നോവലിൽ ആൾ ചിത്രീകരിച്ചിരിക്കുന്നത്. He could well illustrate the agonies of Bengali farmers and disparity between rich and poor in the Bengali society. അതായത് ദുരിതപൂർണ്ണ കർഷകരുടെ, ബംഗാളി ഫാമേഴ്സിന്റെ കർഷകരുടെ ദുരിതപൂർണ്ണ ജീവിതവും അതിൻ്റെ ഒപ്പം തന്നെ പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരവുമാണ് ആ നോവലിൽ കാഴ്ചവെച്ചത്, ജനങ്ങളുടെ മുന്നോട്ട് കാഴ്ചവെച്ചത്. ദ സോങ് വന്ദേ മാതരം. ഇപ്പം നമ്മൾ പറയാം വന്ദേ മാതരമാണ്, പക്ഷെ ബംഗാളീസിന്റെ വായ് ഉണ്ടാവില്ല, അവർ ബായ് ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വന്ദേ മാതരം ഈസ് ടേക്കൺ ഫ്രം ദിസ് നോവൽ. ഏറ്റവും പേര് കേട്ട ദേശഭക്തി പാട്ടാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. അത് ഈ നോവലിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങളോട് ചോദ്യം വരും, വന്ദേ മാതരം ഏത് നോവലിൽ നിന്നാണ് എടുത്തേക്കുന്നത്? ആനന്ദ് മത്ത് എന്ന് പറഞ്ഞ നോവലിൽ നിന്നാണ് എടുത്തേക്കുന്നത്. ആനന്ദ് മത്ത് നോവൽ എഴുതിയേക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അതിനകത്ത് സന്യാസി റിവോൾട്ട് എന്ന് പറഞ്ഞ കലാപം, ബംഗാളി കർഷകരുടെ കലാപത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അവിടുത്തെ കർഷകരുടെ ദുരിതപൂർണമുള്ള ജീവിതത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അത് നിങ്ങളുടെ രണ്ടാമത്തെ പോയിന്റ് ആണ്. അപ്പൊ അതിനെ നിങ്ങൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി മൂന്നാമത്തതാണ് നീലദർപ്പൺ. നീലദർപ്പൺ എന്ന് പറഞ്ഞത്, ദർപ്പൺ എന്ന് പറയുന്നത് കണ്ണാടിനെയാണ് പറയുക, ദർപ്പൺ എന്ന് അർത്ഥം വരുന്നത്. നീൽ എന്ന് പറഞ്ഞാൽ നീലം കളറിന്റെയാണ് പറയുക, നീലദർപ്പൺ എന്ന് പറയുന്നത്. അത് ഒരു നാടകമാണ്. അത് എഴുതിയേക്കുന്നത് ബംഗാളി റൈറ്ററാണ് ദീൻ ബന്ധു മിത്ര എന്ന് പറഞ്ഞ ആളാണ് ഈ നോവൽ എഴുതിയേക്കുന്നത്. ഈ നാടകത്തിൽ എക്സ്പ്ലോയിറ്റേഷൻ സഫേർഡ് ബൈ ദ ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ബംഗാൾ, ബംഗാളില് ചൂഷണം, ബ്രിട്ടീഷേഴ്സിന്റെ ചൂഷണത്തിന് ഇരയായവരെ പറ്റിയിട്ടാണ് ഈ നാടകത്തിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ മാർക്ക് ചെയ്യേണ്ടത് നീൽ ദർപ്പൺ, എ പ്ലേ റിട്ടേൺ ബൈ ദ ബംഗാളി റൈറ്റർ ദീൻ ബന്ധു മിത്ര. In this exploitation suffered by the indigo farmers in Bengal, ഇന്ത്യ നീലം കർഷകർ, ബംഗാളിലുള്ള നീല കർഷകർ അനുഭവിച്ച ചൂഷണങ്ങളുടെ പറ്റിയിട്ടാണ് ഈ നാടകത്തിൽ ചിത്രീകരിച്ചേക്കുന്നത്. It was staged in many places and greatly influenced the people. ഇത് കുറേ സ്ഥലത്ത് ഇതിന്റെ സ്റ്റേജ് ഷോ നടന്നു. It was staged in many places, കുറേ സ്ഥലങ്ങളിൽ ഈ നാടകം കാണിച്ചു. ആൻഡ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പീപ്പിൾ, ജനങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഒരു പ്രചോദനമാണ്. ബ്രിട്ടീഷേഴ്സിനെ എതിർക്കാനുള്ള ഒരു പ്രചോദനം ഇത് മുഖേന ഉണ്ടായി. അതേമാതിരി നീല കർഷകരുടെ ദുരിതപൂർണ്ണ ജീവിതം മുന്നോട്ട് വെച്ചു. ഇന്ത്യൻ അസോസിയേഷൻ, എ പബ്ലിക് മൂവ്മെന്റ് ഫ്ലോട്ടഡ് ബൈ സുരേന്ദ്രനാഥ് ബാനർജി. ഈ നാടകം കണ്ടതിന് ശേഷം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഇന്ത്യൻ അസോസിയേഷൻ, എ പൊളിറ്റിക്കൽ മൂവ്മെന്റ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറഞ്ഞത് സുരേന്ദ്രനാഥ് ബാനർജി കൊണ്ടുവന്നു. അത് മുഖേന ബംഗാളി കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടി, ഫോർ ദ വെൽഫെയർ ഓഫ് ദ ബംഗാളി farmers taking cure for the issue depicted in നീലദർപ്പൺ. നീലദർപ്പണിൽ കാണിച്ച് നീല കർഷകരുടെ ദുരിതപൂർണ്ണ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. അതിനാണ് ഇന്ത്യൻ അസോസിയേഷൻ. പൊളിറ്റിക്കൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞത് രാഷ്ട്രീയ പ്രസ്ഥാനം മുഖേന ഒരു അസോസിയേഷൻ നീല കർഷകർക്ക് വേണ്ടി ഉണ്ടാക്കി. അത് ഈ നീലദർപ്പൺ കണ്ടതിന് ശേഷമാണ് ഉണ്ടാക്കിയേക്കുന്നത്. അത് നിങ്ങളുടെ പോയിന്റ് 3 എന്ന് മാർക്ക് ചെയ്യുക. ഇനി പോയിന്റ് 4 ഇതിനകത്ത് വരുന്നത് ഒരു ഉറുദു കവിയുടെ പറ്റിയിട്ടാണ് പറയുന്നത്.
ആലം മുഹമ്മദ് ഇക്ബാൽ. അത് ഫോക്കസ് ചെയ്യുക. ആലം മുഹമ്മദ് ഇക്ബാലാണ്, ഒരു ഉറുദു കവിയാണ്. ആൾ ഏറ്റവും പേര് കേട്ട ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്, സാരേ ജഹാസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര. അത് ഇന്ത്യയുടെ സൗന്ദര്യത്തിനെ പറ്റിയിട്ടും ബ്യൂട്ടി ഓഫ് ദ ഇന്ത്യൻ നേച്ചേഴ്സ് ആൻഡ് യൂണിറ്റി ഓഫ് ഇറ്റ്സ് പീപ്പിൾ, ഇന്ത്യയുടെ ജനങ്ങളുടെ ഐക്യവും ഇന്ത്യയുടെ സൗന്ദര്യത്തിനെ പറ്റിയിട്ടും എഴുതിയ ഒരു കവിതയാണ്. ഏറ്റവും ഫേമസ് ആയ കവിതയാണ് സാരേ ജഹാസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര. അവിടം വരെയാണ് നിങ്ങൾ യൂണിറ്റി ഓഫ് ദ പീപ്പിൾ വരെ, ജനങ്ങളുടെ ഐക്യം വരെ, ഇന്ത്യയുടെ ജനങ്ങളുടെ ഐക്യം വരെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ആ ഭാഗത്ത് അത്രേ പഠിക്കാനുള്ളൂ. പിന്നെ മെനി റൈറ്റേഴ്സ്, ഏറ്റവും താഴത്തെ ഭാഗം നോക്കുക. മെനി റൈറ്റേഴ്സ് ഫ്രം ഡിഫറെന്റ് ലാംഗ്വേജസ് ഓഫ് ഇന്ത്യൻ കോൺട്രിബ്യൂട്ടഡ് പാട്രിയോട്ടിക് ആൻഡ് നാഷണലിസ്റ്റിക് വർക്ക് ടു ഇന്ത്യൻ ലിറ്ററേച്ചർ. ഇന്ത്യത്തെ കുറെ എഴുത്തുകാരുകൾ അതാത് ഭാഷകളിൽ ഇന്ത്യയുടെ ദേശഭക്തി പാട്ടുകളും പിന്നെ ദേശീയത ഉണർത്താൻ വേണ്ടിയുള്ള ലിറ്ററേച്ചർ വർക്കുകളും സാഹിത്യ വർക്കുകളും അവർ ചെയ്തിട്ടുണ്ട്. അത് കൺക്ലൂഷൻ ആയിട്ട് മാർക്ക് ചെയ്യുക. ഇത്രയുമാണ് നമുക്ക് ഈ ഭാഗത്ത് പേജ് നമ്പർ 94 പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എടുക്കാൻ പോകേണ്ടത് പേജ് നമ്പർ 95 ആണ്. പേജ് നമ്പർ 95 വർക്ക്സ് എന്ന് വെച്ചാൽ കൃതികളും, ഓതേഴ്സ് എഴുത്തുകാരും, ലാംഗ്വേജസ് ഭാഷയും. ഈ ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത്. രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇവിടെ എഴുത്തുകാരൻ. ആളെ എഴുതിയേക്കുന്നത് ബംഗാളി ലാംഗ്വേജിലാണ്. ആളുടെ കൃതി എന്ന് പറയുന്നത് ഗോരയും ഗീതാഞ്ജലിയുമാണ് ആൾ എഴുതിയ കൃതികൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രേംചന്ദിന്റെ കഥകളൊക്കെ നമ്മൾ ഹിന്ദിയിൽ കുറെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ പ്രേംചന്ദ് എഴുതിയേക്കുന്നത് ഹിന്ദി ഭാഷയിലാണ്, ഹിന്ദി ലാംഗ്വേജിലാണ് എഴുതിയേക്കുന്നത്. ആൾ എഴുതിയ കൃതികളാണ് സേവാ സദൻ, പ്രേമാശ്രം, രംഗ് ഭൂമി, ഗോഡൻ. ഇത്രയുമാണ് ആള് ഹിന്ദിയിൽ എഴുതിയ കൃതികൾ. നെക്സ്റ്റ് ആണ് സുബ്രഹ്മണ്യം ഭാരതി, തമിഴിലാണ് എഴുതിയേക്കുന്നത്. സുബ്രഹ്മണ്യം ഭാരതി എഴുതിയേക്കുന്നത് തമിഴിലാണ്. പഞ്ചശീല പദ്മം കളിപ്പാട്ടു, ഇംഗ്ലീഷിൽ കളിപ്പാട്ടു എന്നാണ് തന്നേക്കുന്നത്. മലയാളത്തിലാകുമ്പോൾ ഒരു പക്ഷെ കളിപ്പാട്ട് എന്നായിരിക്കും തന്നിട്ടുണ്ടാവുക. ഇംഗ്ലീഷിൽ കളിപ്പാട്ടു, കണ്ണം പാട്ടു, കുയിൽ പാട്ടു. നെക്സ്റ്റ് എഴുതിയേക്കുന്നത് അൽതാഫ് ഹുസൈൻ അലി എഴുതിയേക്കുന്നത് ഉറുദുവിലാണ്. ഹയാത്ത് എ ഷാഹി, ഹയാത്ത് എ ജാവേദ് എന്ന് പറഞ്ഞ 2 കൃതികളാണ് ആള് എഴുതിയേക്കുന്നത്. നെക്സ്റ്റ് ആണ് വിഷ്ണു കൃഷ്ണ ചിംപ്ലൂക്കർ എഴുതിയേക്കുന്നത് മറാഠി ഭാഷയിലാണ് എഴുതിയേക്കുന്നത്. അതിനെ നമ്മൾ മറാഠി എന്ന് പറയും. അത് നിബന്ധ് മാല എന്ന് പറഞ്ഞ കൃതിയാണ് എഴുതിയേക്കുന്നത്. നെക്സ്റ്റ് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയേക്കുന്നത് മലയാളത്തിലാണ്. എൻ്റെ ഗുരുനാഥൻ ബാബുജി ഇന്ത്യയുടെ കർച്ചൽ. ഈ 3 എൻ്റെ ഗുരുനാഥൻ ബാബുജി ഇന്ത്യയുടെ കർച്ചൽ. ഇതാണ് നമ്മളുടെ വർക്ക്സ്, കൃതികളും, ഓത്തേഴ്സ് എഴുത്തുകാരും, പിന്നെ ലാംഗ്വേജസും ഭാഷ എന്ന് പറയുന്നത്. ഈ ഭാഗം നന്നായി പഠിക്കുക. ഇത് നിങ്ങളോട് എക്സാമിൽ ചോദിക്കും. ഇനി നമ്മൾ എടുക്കാൻ പോണത് നെക്സ്റ്റ് പേജാണ്. 95 കഴിഞ്ഞ് 96 നാഷണലിസം ഇൻ ആർട്ട്, ദേശീയത കലയിൽ എന്നുള്ള ഭാഗമാണ് ഇനി നമ്മൾ എടുക്കുന്നത്. ദിസ് ഈസ് എ വാട്ടർ കളർ പെയിന്റിംഗ് ബൈ അബീന്ദർനാഥ് ടാഗോർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയണത് അബീന്ദർനാഥ് ടാഗോർ ഉപയോഗിച്ചിരുന്നത് വാട്ടർ കളർ പെയിന്റിംഗ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതായത് ജലഛായ ചിത്രങ്ങളാണ് ആള് ഉപയോഗിച്ചിരുന്നത്. ഇത് സ്വദേശി പ്രസ്ഥാനത്തിന് സമയത്ത് വരച്ച ഒരു ഭാരത് മാതയുടെ ചിത്രമാണ്. ഇവിടെ നമുക്ക് ഭാരത് മാതയുടെ ഒരു ചിത്രം കാണപ്പെടാം. ആ ചിത്രം വരച്ചത് സ്വദേശി മൂവ്മെന്റ് സമയത്ത്, സ്വദേശി സമരത്തിന്റെ സമയത്താണ് ഇത് വരച്ചത്. ഇത് വരയ്ക്കാൻ ഉപയോഗിച്ചേക്കുന്നത് വാട്ടർ കളറാണ്, ജലഛായ ചിത്രമാണ് ഇത് വരച്ചേക്കുന്നത്. ഇതിനകത്ത് ഭാരത് മാതയുടെ പിക്ചറാണ് വരച്ചേക്കുന്നത്. ഇതിൽ ഭാരത് മാത ഗീവിംഗ് ഫുഡ്, ക്ലോത്ത് ആൻഡ് നോളജ് ടു ഇന്ത്യൻ മാസസ്, ഇന്ത്യൻ ജനങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും പിന്നെ നോളജ് അറിവും കൊടുക്കുന്ന ഒരു ചിത്രമാണ് ഇത് വരച്ചേക്കുന്നത്. This painting help to inculcate patriotism in Indian minds. ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിൽ ദേശഭക്തി അല്ലെങ്കിൽ ദേശസ്നേഹം ഈ പെയിന്റിംഗ് മുഖേന ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിൽ ദേശസ്നേഹം അല്ലെങ്കിൽ ദേശഭക്തി ഉണർത്താൻ സഹായിച്ചു. പിന്നീട് ഇത് പല ആർട്ടിസ്റ്റുകാർക്കും പല കലാകാരന്മാർക്കും പ്രചോദനം നൽകി. ഈ ഭാരത് മാതയുടെ ചിത്രം പല രീതിയിലും പിന്നീട് വരച്ചു. ചിലർ ഇന്ത്യയുടെ മാപ്പ് ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഭാരത് മാതയുടെ ചിത്രം വരച്ചിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതായത് പല രീതിയിലും ഇത് മുന്നോട്ട് കൊണ്ടുവന്നു.
picture Bharat Mata in various fashion. Under the influence of this painting, artists from various parts of the country pictured Bharat Mata in various fashion. വേരിയസ് ഫാഷൻ എന്ന് വെച്ചാൽ പല രീതിയിലും പിന്നീട് ഭാരത് മാതേനെ പല കലാകാരന്മാരും അത് വരച്ച് ജനങ്ങളുടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എംബിൾഡ് വിത്ത് ദ മാപ്പ് ഓഫ് ഇന്ത്യ. എംബിൾഡ് വിത്ത് ദ മാപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാപ്പിന്റെ ഉള്ളിൽ ഭാരത് മാതേനെ വരച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. അബീന്ദ്രനാഥ് ടാഗോർ ട്രൈ ടു ഫ്രീ ഇന്ത്യൻ പെയിന്റിംഗ് ഫ്രം വെസ്റ്റേൺ സ്റ്റൈൽ. അതായത് അബീന്ദ്രനാഥ് വെസ്റ്റേൺ സ്റ്റൈൽ ഉപയോഗിക്കാണ്ട്, പാശ്ചിമ സ്റ്റൈൽ ഉപയോഗിക്കാണ്ട് തന്നെ പെയിന്റ് ചെയ്യാനാണ് ആള് ശ്രമിച്ചത്. ആൻഡ് ടു പ്രൊമോട്ട് ഓറിയന്റൽ പെയിന്റിംഗ് ബേസ്ഡ് ഓൺ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ. ഓറിയന്റൽ പെയിന്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യനെ ബേസ് ചെയ്തിട്ട്, ഇന്ത്യയുടെ സംസ്കാരത്തെ ബേസ് ചെയ്തിട്ട്, ഇന്ത്യൻ കൾച്ചറെ ബേസ് ചെയ്തിട്ടാണ് ആള് പിന്നീടുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ ശ്രമിച്ചത്. To promote Oriental painting based on Indian culture. ഇന്ത്യൻ സംസ്കാരികം, ഇന്ത്യൻ പാരമ്പര്യത്തിനും അടിസ്ഥാനമാക്കിയിട്ടാണ് പിന്നീട് ആള് പെയിന്റിങ്ങുകളൊക്കെ വരച്ചത്. ഫോർ ദിസ് ഹി സ്റ്റാർട്ടഡ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ഇൻ കൽക്കട്ട. അതിനു വേണ്ടിയിട്ട് ആൾ ഒരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനത്തിന്റെ പേരാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്ട്. തുടങ്ങിയത് കൽക്കട്ടയിലാണ്. ആ സ്ഥാപനത്തിന്റെ പേരാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ബാക്കി ഭാഗം, അതായത് നാഷണലിസം ഇൻ ആർട്ട് എന്ന് പറഞ്ഞതിന്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ബൈ, ഹാവ് എ നൈസ് ഡേ.